പരിണാമം ജീവജാലങ്ങളിൽ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. അതിന്റെയൊക്കെ അനന്തരഫലമായി പുരാതന കാലത്തിൽ ഭൂമിയിൽ പല വിധത്തിലുമുള്ള വിചിത്രമായ ജീവിവർഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുഖത്ത് നഖങ്ങളുള്ള ഭീമൻ വിരകൾ, പല്ലുകൾക്ക് പകരം തടിമില്ലിൽ കാണുന്ന വൃത്താകൃതിയിലുള്ള ബ്ലേഡ് മുളച്ച സ്രാവ്, കാലിൽ ചിറക് മുളച്ച പല്ലി, കൈകാലുകളുള്ള പാമ്പ്, വായിൽ ബ്രഷ് വെച്ച പക്ഷി, അങ്ങനെ അത്ഭുതാവഹമായ പല ജീവികളും പുരാതന കാലത്തിൽ ഉണ്ടായിരുന്നു. അന്നത്തെ സമുദ്രങ്ങളും വനങ്ങളും മരുഭൂമികളും ആകാശവും അങ്ങനെ എല്ലായിടങ്ങളും ഇത്തരം ജീവികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഇതെല്ലാം മൺമറഞ്ഞു പോയ പ്രകൃതി നടത്തിയ പരിണാമ പരീക്ഷണങ്ങളുടെ അനന്തരഫലങ്ങളാണ്. ഇത്തരം ജീവികളിൽ ഏറ്റവും വിചിത്രമായ ചില ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 30 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വളരെ വിചിത്രമായ ഒരു സമുദ്ര ജീവിയാണ് ടള്ളി മോൺസ്റ്റർ. 1958 ഫ്രാൻസിസ് ടള്ളി എന്നൊരു അമേരിക്കൻ പാലിയന്റോളജിസ്റ്റ് ആണ് വിചിത്രമായ ഈ ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയത്. അങ്ങനെ അയാളുടെ പേരും കൂടെ ചേർത്താണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ പുരാതന ജീവി ഇത് തന്നെയായിരിക്കും. ഇതിന്റെ രൂപം തന്നെയാണ് ഇതിനെ വിചിത്രമാക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴുത്തുപോലെ കാണുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ തുമ്പിക്കൈയാണ്. തല പോലെ കാണുന്നതാണെങ്കിൽ അതിന്റെ വായ മാത്രമാണ്. അല്ലാതെ ഇതിന് സാധാരണ മറ്റു ജീവികൾക്കുള്ളതുപോലെ കൃത്യമായിട്ടൊരു തലയില്ല. ഈ വടി പോലത്തെ ഘടനയുടെ രണ്ടറ്റങ്ങളിലാണ് ഇതിന്റെ കണ്ണുകൾ. ഇത് പെട്ടെന്ന് കാണുമ്പോൾ പരിണാമം ഈ ജീവിക്ക് കണ്ണുകൾ നൽകിയ ശേഷം പിന്നെ കണ്ണുകൾക്ക് ചുറ്റും ഒരു തല നിർമ്മിക്കാൻ മറന്നുപോയതാണെന്ന് തോന്നും. പേരിലും രൂപത്തിലുമൊക്കെ മോൺസ്റ്റർ എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വളരെ ചെറിയൊരു ജീവിയാണ്. ഏതാണ്ട് 35 സെന്റിമീറ്ററോളം മാത്രമേ വലിപ്പമുള്ളൂ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ കണ്ടെത്തി ഇത്രയേറെ കാലങ്ങളായിട്ടും ഇതൊരു മീനാണോ, വിരയാണോ, മൊളസ്കാണോ, അതോ ഇനി മറ്റെന്തെങ്കിലും പുതിയ വർഗമാണോ, അങ്ങനെ എന്ത് തരം ജീവിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതൊരു വെർട്ടിബ്രേറ്റ് ആണോ ഇൻവെർട്ടിബ്രേറ്റ് ആണോ എന്ന് പോലും ഇതുവരേക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. ആകെ മൊത്തത്തിൽ വളരെ വിചിത്രമായ ഒരു ജീവി. മുതലയുടെ തലയും ഡോൾഫിന്റെ ഉടലും ഷാർക്കിന്റെ വാലും ഡൈനോസറിന്റെ പല്ലുകളുമുള്ള ഒരു ജീവിയെ സങ്കല്പിച്ചു നോക്കൂ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതേതോ സയൻസ് ഫിക്ഷൻ കഥയിലെ ജീവിയാണെന്ന് തോന്നും. പക്ഷെ ഇങ്ങനൊരു ജീവി ഏതാണ്ട് 13 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു. അതാണ് ഡാക്കോസൗറസ്. ഇത് ശരിക്കും മുതലകളുടെ കസിൻസ് ആയിട്ട് വരും. കാരണം മുതലകളുടെ പൂർവികരായ ഉരക ജീവികളിൽ നിന്നുമാണ് ഇവ പരിണമിച്ചത്. മുതലകളാണെങ്കിൽ സെമി അക്വാട്ടിക് ആണ്, എന്ന് വെച്ചാൽ അവ കരയിലും വെള്ളത്തിലും ജീവിക്കും. പക്ഷേ ഡാക്കോസൗറസ് ഫുള്ളി അക്വാട്ടിക് ആയിരുന്നു. അതായത് അവ പൂർണ്ണമായും വെള്ളത്തിലാണ് ജീവിച്ചിരുന്നത്. ആ രീതിയിലാണ് അവയുടെ ശരീരം പരിണമിച്ചതും. കാലുകൾക്ക് പകരം നീന്താൻ സഹായിക്കുന്ന ഫ്ലിപ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. വാലുകളാണെങ്കിൽ ഷാർക്കിൻ്റേത് പോലെയാണ്, ശരീരമാണെങ്കിൽ ഡോൾഫിൻസിൻ്റേതുപോലെയും. ഈ ഒരു വിചിത്രമായ രൂപം ഇവയെ വളരെ വേഗത്തിൽ നീന്താൻ സഹായിച്ചിരുന്നു. അതുകൊണ്ട് ഇരകൾക്ക് ഇവയിൽ നിന്നും നീന്തി രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല. ഇതിന് ഏകദേശം ഇന്നത്തെ സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽസിന്റെ അത്ര വലിപ്പവും ഭാരവും ഉണ്ടായിരുന്നു. ശക്തമായിട്ട് കടിച്ചു പിടിച്ച് വയ്ക്കാൻ പറ്റിയ രീതിയിലാണ് മുതലകളുടെ പല്ലുകൾ നിർമ്മിതമായിരിക്കുന്നത്. എന്നാൽ ഡാക്കോസൗറസിന്റെ പല്ലുകളാണെങ്കിൽ ഡൈനോസറുകളുടേത് പോലത്തെ കൂർത്ത് വളഞ്ഞ അരം പോലത്തെ പല്ലുകളാണ്. അതായത് ഇരകളുടെ ദേഹത്ത് നിന്നും ചത വലിച്ചു കീറാൻ പറ്റുന്ന രീതിയിലാണ് ഈ പല്ലുകൾ നിർമ്മിതമായിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതിന്റെ തലയോട്ടി കണ്ടെത്തിയപ്പോൾ അത് മെഗലോസൗറസ് എന്ന ഭീകരമായ ഡൈനോസറിന്റെ തലയോട്ടി ആയിട്ടാണ് ശാസ്ത്രജ്ഞർ തെറ്റിദ്ധരിച്ചത്. ഈ ഭയാനകമായ പല്ലുകൾക്ക് ദിനോസറുകളുമായിട്ട് അത്രയേറെ സാമ്യതയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ സമുദ്രജീവികളുടെയൊക്കെ ഒരു പേടി സ്വപ്നം തന്നെ ആയിരുന്നിരിക്കും ഈ ജീവി. ദിനോസറുകളുടെ കാലത്ത് ആകാശം ഭരിച്ചിരുന്നത് ടെറോസോർ എന്ന വിഭാഗം ഉരക ജീവികളാണ്. വായി നിറയെ കൂർത്ത പല്ലുകളുള്ള വളരെ ഭയാനകമായ ജീവികളാണിവ. ഈ വിഭാഗത്തിൽ പെടുന്ന ഒരു ജീവിയാണ് ടെറോഡാസ്ട്രോ. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. പക്ഷെ ഇതിന് മറ്റ് ടെറോസോറുകളെ പോലത്തെ പല്ലുകളില്ല. പകരം കനം കുറഞ്ഞ് നീളമുള്ള ആയിരക്കണക്കിന് ചെറിയ കുറ്റി രോമം പോലത്തെ പല്ലുകളാണ് ഉണ്ടായിരുന്നത്. പ്രത്യക്ഷത്തിൽ അത് കാണുമ്പോൾ വായ്ക്കുള്ളിൽ വലിയ ബ്രഷും കൊണ്ട് നടക്കുകയാണെന്ന് തോന്നും. ഇവ ആദ്യം വായ് നിറയെ വെള്ളം കോരിയെടുക്കും. ആ ജലത്തിൽ ധാരാളം ചെറിയ ജീവികൾ ഉണ്ടായിരിക്കും. ശേഷം ജലത്തിനെ തുപ്പിക്കളയുമ്പോൾ ഇതിന്റെ ബ്രഷ് ഉപയോഗിച്ച് വെള്ളത്തിലുള്ള ചെറിയ ജീവികളെയൊക്കെ പിടിച്ചെടുക്കും. എന്നിട്ട് അവയെ നേരെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇര പിടിക്കുന്നതിനെയാണ് ഫിൽറ്റർ ഫീഡിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് കൺവെർജന്റ് എവല്യൂഷന്റെ വലിയൊരു ഉദാഹരണമാണ്. അതായത് സമാനമായ പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ വ്യത്യസ്തമായ ജീവികളിൽ ഒരേപോലത്തെ സവിശേഷതകൾ പരിണമിക്കുന്ന പ്രതിഭാസം. കാരണം വേറെയും പല ജീവികളും ഇതേ രീതിയിൽ പരിണമിച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് അത്തരം ജീവികളെ കാണാം. ബലീൻ തിമിംഗലങ്ങളാണ് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം.
പക്ഷേ തിമിംഗലങ്ങൾ മാമൽസ് ആണ്. എന്നാൽ ടെറോസോറുകൾ ഉരകജീവികളും. അതുപോലെ ഇന്നത്തെ ഫ്ലെമിംഗോസ് എന്ന പക്ഷിവർഗ്ഗങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ ജീവികളൊക്കെ ഭൂമിയിൽ ഉടലെടുക്കുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ടെറോസോറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നും ഇതേപോലത്തെ ജീവികൾ പരിണമിച്ചിരുന്നു എന്നത് ശരിക്കും അത്ഭുതാവഹം തന്നെയാണ്. ദിനോസറുകൾ ഭൂമിയിൽ കാലുകുത്തുന്നതിന് മുന്നേ തെറാപ്സിഡ് എന്നൊരു വിഭാഗം ജീവികൾ ഉണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ അവയെ കാണാൻ മാമൽസിനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ മാമൽ ലൈക്ക് റെപ്റ്റൈൽസ് എന്നാണ് ഇവയെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവയിൽ നിന്നുമാണ് പിന്നീട് മാമൽസ് പരിണമിച്ചത്. എന്തായാലും ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് എസ്റ്റെമെനോസൂക്കസ്. ഒറ്റ നോട്ടത്തിൽ ഇത് ഹിപ്പോപ്പൊട്ടാമസ് വൈക്കിങ്സിന്റെ ഹെൽമറ്റ് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നും. ഏതാണ്ട് 26 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. ഇവ തീരെ ചെറിയ ജീവികളൊന്നുമല്ല. ഏതാണ്ട് 15 അടി വരെ നീളവും 2000 കിലോഗ്രാം വരെ ഭാരവും വെച്ചിരുന്നു. അതായത് ഇന്നത്തെ വലിയൊരു ഹിപ്പോപ്പൊട്ടാമസിന്റെ അത്ര വലിപ്പവും ഭാരവും ഉണ്ടായിരുന്നു. ഇതിന്റെ തലയിലും മുഖത്തുമായിട്ട് നിറയെ ശിഖരങ്ങൾ പോലത്തെ കൊമ്പുകൾ മുളച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവയുടെ പ്രത്യേകതയും. പക്ഷെ ഇത് ശരിക്കുമുള്ള കൊമ്പുകളല്ല, മറിച്ച് ഇത് തലയോട്ടിയിൽ നിന്നും നേരിട്ട് വളരുന്ന ഘടനകളാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തലയോട്ടിയുടെ ശിഖരങ്ങളാണ്. ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഈ കൊമ്പുകൾ ഉപയോഗിച്ചിരുന്നത്. ഇതുപോലത്തെ വേറെയും നിരവധി ജീവികൾ ഉണ്ടായിരുന്നെങ്കിലും ഈ ഘടനകൾ ഇത്രയും വിചിത്രവും വിരൂപവുമായിട്ട് പരിണമിച്ചത് ഇവയ്ക്ക് മാത്രമാണ്. അതാണ് ഇവയെ ഏറ്റവും അപൂർവമാക്കുന്നത്. 1912 ചാൾസ് ഡൂലിറ്റിൽ വാൽക്കോട്ട് എന്നൊരു പാലിന്റിയോളജിസ്റ്റ് വിചിത്രമായി ഒരു ഫോസിൽ കണ്ടെത്തി. പക്ഷെ ഈ ഫോസിലിനെ അന്നത്തെ ശാസ്ത്രജ്ഞർക്ക് കൃത്യമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് ജീവിയുടേതാണെന്ന് മനസ്സിലാക്കാനും ആർക്കും സാധിച്ചില്ല. ഒടുവിൽ 1/2 നൂറ്റാണ്ടിൽ കൂടുതൽ കാലം കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 1975 ഹാരി ബി വിറ്റിംഗ്ടൺ എന്നൊരു ശാസ്ത്രജ്ഞൻ ഈ ഫോസിലിനെ സമഗ്രമായിട്ട് പഠിച്ച് കൃത്യമായി റീകൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ഇതിന്റെ രൂപം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അത് കണ്ടപ്പോൾ ശാസ്ത്രലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു. കാരണം പ്രത്യക്ഷത്തിൽ ഇതിനെ കാണാൻ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ തോന്നും. ഇതാണ് ഓപ്പാബീനിയ റെഗാളിസ്. ഏതാണ്ട് 50 കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്രങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഇതിന് 5 കണ്ണുകളുണ്ട്. വളരെ അപൂർവമാണെങ്കിലും 2ൽ കൂടുതൽ കണ്ണുകളുള്ള വേറെയും ജീവികളുണ്ട്. പക്ഷേ ഓപ്പാബീനിയയുടെ കണ്ണുകളെ അപൂർവമാക്കുന്നത് എന്താണെന്നാൽ ഈ 5 കണ്ണുകളും 5 ദിശകളിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ചള്ളി മോൺസ്റ്ററിനെ പോലെ ഇതിനും ഒരു നീളം കൂടിയ തുമ്പിക്കൈയുണ്ട്. ഈ തുമ്പിക്കൈക്ക് തലയുടെ 4 മടങ്ങ് നീളമുണ്ട്. അതായത് നമ്മുടെ മൂക്കിന് നമ്മുടെ തലയുടെ 4 മടങ്ങ് നീളമുള്ളതുപോലെ. ഈ തുമ്പിക്കൈയുടെ അറ്റത്ത് കുറെ പല്ലുകൾ ഉള്ളതായിട്ട് കാണാം. അത് ഈ ജീവിയുടെ വായാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത് യഥാർത്ഥത്തിൽ ഇരകളെ പിടിക്കാനുള്ള അവയവമാണ്. അതിൽ കാണുന്നത് യഥാർത്ഥത്തിൽ പല്ലുകളല്ല, മറിച്ച് ഇരകളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്ന ചവണകൾ പോലത്തെ ഘടനകളാണ്. ഇതിന്റെ അടിഭാഗത്തിലാണ് ശരിക്കുമുള്ള വായിരിക്കുന്നത്. തുമ്പിക്കൈ ഉപയോഗിച്ച് ഇരകളെ പിടിച്ചെടുത്ത ശേഷം തുമ്പിക്കൈ കൊണ്ട് തന്നെ അവയെ വായിലെത്തിക്കും. ഇങ്ങനെയാണ് ഇത് ആഹാരം കഴിക്കുന്നത്. കാണുമ്പോൾ വളരെ ഭീകരമായിട്ട് തോന്നുമെങ്കിലും ശരിക്കും ഇത് വളരെ ചെറിയൊരു ജീവിയാണ്. ഏതാണ്ട് 10 സെന്റിമീറ്ററോളം വലിപ്പം മാത്രമേയുള്ളൂ. ഏതാണ്ട് 50 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മറ്റൊരു വിചിത്രമായ ജീവിയാണ് ഹാലുസിജേനിയ സ്പാഴ്സ. ഇതും വളരെ ചെറുതാണ്. വെറും 5 സെന്റിമീറ്ററോളം വരെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ വിചിത്രമായ രൂപം തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. 1911 ഇതിന്റെ ഫോസിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത്. പക്ഷേ 1 നൂറ്റാണ്ടോളം കാലം വരെ ഈ ജീവിയെ പൂർണ്ണമായും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അതായത് ഇതിന്റെ ഒരു വശത്തിൽ കൂർത്ത മുള്ളുകളുണ്ട്, മറുവശത്തിലാണെങ്കിൽ അതേപോലെ തന്നെ നീളമുള്ളതും എന്നാൽ സോഫ്റ്റ് ആയതുമായ നീളമുള്ള ടെന്റക്കിൾസുമുണ്ട്. ഇത് കണ്ടപ്പോൾ ഈ മുള്ളുകൾ ഉപയോഗിച്ചാണ് ഇവ നടന്നിരുന്നതെന്നും ടെന്റക്കിൾസിനെ ആണെങ്കിൽ ആഹാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്നുമാണ് ആദ്യം ശാസ്ത്രജ്ഞരൊക്കെ കരുതിയത്. അതുകൊണ്ട് തന്നെ പല പതിറ്റാണ്ടുകളോളം കാലം വരെ ഈ ജീവിയെ മുള്ളുകൾ ഉപയോഗിച്ച് നടക്കുന്ന രീതിയിലാണ് സകല പുസ്തകങ്ങളിലും ഡോക്യുമെന്റ്സിലുമൊക്കെ ചിത്രീകരിച്ചിരുന്നത്. മ്യൂസിയങ്ങളിൽ പോലും ഇവയുടെ മോഡൽസിനെ ആ രീതിയിലാണ് നിർമ്മിച്ചു വെച്ചിരുന്നത്. എന്നാൽ 1991 ചൈനയിൽ നിന്നും കൂടുതൽ വ്യക്തമായ ഹാലുസിജീനിയ ഫോസിൽസ് കിട്ടി. ആ ഫോസിൽസ് കണ്ടപ്പോഴാണ് ഇത്രയും നാൾ വരെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് തെറ്റായിരുന്നുവെന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത്. എന്തെന്നാൽ ടെന്റക്കിൾസിന്റെ അറ്റത്തിൽ ചെറിയ നഖങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ടെന്റക്കിൾസ് ആണെന്ന് കരുതിയ ഘടനകളാണ് യഥാർത്ഥത്തിൽ കാലുകൾ. കാലുകളാണെന്ന് കരുതിയ മുള്ളുകളാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആർമർ ആയിരുന്നു. അപ്പോൾ 1 നൂറ്റാണ്ടോളം കാലം വരെ ഇതിനെ തലകുത്തനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. തലകുത്തനെയാണെന്ന് മാത്രമല്ല 2014 വരെ ഇതിനെ തല തിരിച്ചുമാണ് മനസ്സിലാക്കിയിരുന്നത്.
അതായത് ഇതിന്റെ ആദ്യത്തെ ഫോസിലിൽ ഒരു വശത്തിൽ വലിയ ഉരുണ്ട ഭാഗമുണ്ടായിരുന്നു. അതിനെയാണ് തലയായിട്ട് പരിഗണിച്ചിരുന്നത്. എന്നാൽ 2014 ഒരു കൂട്ടം ശാസ്ത്രജ്ഞര് വളരെ അഡ്വാൻസ്ഡ് ആയ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഈ ഫോസിലിനെ നിരീക്ഷിച്ചപ്പോൾ ഇതിന്റെ വാലാണെന്ന് കരുതിയ ഭാഗത്തിന്റെ അറ്റത്തിൽ കണ്ണുകൾ കാണാൻ സാധിച്ചു. അപ്പോൾ വാലാണെന്ന് കരുതിയത് യഥാർത്ഥത്തിൽ തലയായിരുന്നു. ഉരുണ്ട ഭാഗമായിട്ട് കണ്ടത് ഇതിന്റെ ചില മാലിന്യങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ശാസ്ത്രലോകത്തിനെ ആകെ കൺഫ്യൂഷൻ ആക്കിയ ഒരു ജീവിയാണിത്. ഏകദേശം 9 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വിചിത്രമായ ഒരു പാമ്പ് വർഗമാണ് പാക്കൈറാക്കീസ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവയ്ക്ക് 2 കാലുകൾ ഉണ്ടായിരുന്നു. അതെ, കാലുകളുള്ള പാമ്പ്. പാമ്പുകൾ ഉരകജീവികളിൽ നിന്നുമാണ് പരിണമിച്ചത്. കൃത്യമായി പറഞ്ഞാൽ പല്ലി വർഗ്ഗങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പല്ലികളിൽ നിന്നും പാമ്പുകളായിട്ട് പരിണമിക്കുന്നതിനിടയിൽ ഈ പാമ്പുകൾക്ക് കുറെ കാലങ്ങളോളം വരെ പണ്ടത്തെ കാലുകൾ ഉണ്ടായിരുന്നു. വീണ്ടും കാലങ്ങൾക്ക് ശേഷമാണ് ഈ കാലുകളും നഷ്ടപ്പെട്ട് ഇന്നത്തെ പാമ്പുകളായിട്ട് പരിണമിച്ചത്. എന്തായാലും 5 അടി വരെ നീളമുണ്ടായിരുന്ന ഈ പുരാതന പാമ്പുകൾ യഥാർത്ഥത്തിൽ സമുദ്രജീവികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ കാലുകൾ ശരിക്കും കരയിൽ നടക്കാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചിരുന്നത്, മറിച്ച് വെള്ളത്തിൽ നീന്താൻ വേണ്ടിയിട്ടാണ്. കരയിൽ കയറി നടക്കണമെന്ന് കരുതിയാലും ഇവയ്ക്ക് സാധിക്കില്ല. കാരണം ശരീര വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ കാലുകൾ തീരെ ചെറുതാണ്. അതുകൊണ്ട് അതുപയോഗിച്ച് നടക്കാൻ പറ്റില്ല. 1886 ഓസ്ട്രേലിയയിൽ നിന്നും വളരെ വിചിത്രമായ ഒരു ഫോസിൽ കിട്ടി. 100 കണക്കിന് പല്ലുകൾ കൊണ്ട് നിർമ്മിതമായ വലിയൊരു വളയമായിരുന്നു ആ ഫോസിൽ. നിർഭാഗ്യവശാൽ ഈ പല്ലുകളല്ലാതെ ഇതിന്റെ വേറെ ഫോസിൽസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് ജീവിയുടെ പല്ലുകളാണെന്ന് തിരിച്ചറിയാൻ അന്ന് എത്ര ചിന്തിച്ചിട്ടും ശാസ്ത്രജ്ഞർക്ക് പറ്റിയില്ല. പലരും പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വെച്ചു. പക്ഷെ ഒന്നും അത്ര തന്നെ കൃത്യമായിരുന്നില്ല. ഒടുവിൽ 2013 കൂടുതൽ മികച്ച ഫോസിൽസ് കിട്ടി. അതിൽ നടത്തിയ സമഗ്രമായ പഠനങ്ങളുടെ അനന്തരഫലമായി ഇതൊരു സമുദ്രജീവിയുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റി. ഇതാണ് ഹെലികോപ്രിയോൺ. ഏതാണ്ട് 25 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. ഈ 100 കണക്കിന് പല്ലുകൾ ഹെലികോപ്രിയോന്റെ താഴത്തെ പല്ലുകളാണ്. കൃത്യമായ സ്പൈറൽ ആകൃതിയിലാണ് ഈ പല്ലുകൾ ക്രമീകരിക്കപ്പെട്ടിരുന്നത്. ഏറ്റവും പുറം ഭാഗത്തിലുള്ള വലിപ്പം കൂടിയവയാണ് പുതിയ പല്ലുകൾ. ഈ പല്ലുകൾക്ക് 10 സെന്റിമീറ്ററോളം വരെ നീളമുണ്ടായിരുന്നു. പല്ലുകളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് വലിപ്പം കുറയും. അതിനോടൊപ്പം ആ പല്ലുകൾ സ്പൈറലിന്റെ മധ്യഭാഗത്തിലോട്ട് തള്ളപ്പെടുകയും ചെയ്യും. ഇതിന്റെ ജീവിതകാലം മുഴുവനും ഇതിന് പുതിയ പല്ലുകൾ മുളച്ചിരുന്നു. മുകൾ ഭാഗത്തിൽ ഇതിന് പല്ലുകൾ ഉണ്ടായിരുന്നില്ല. പകരം ഇരകളെ മുറുകെ പിടിച്ചു വെക്കാൻ തക്ക വിധത്തിലാണ് മുകൾ ഭാഗം നിർമ്മിതമായിരിക്കുന്നത്. താഴത്തെ പല്ലുകളാണെങ്കിൽ എല്ലാം ഉള്ളിലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇരകളെ പിടിക്കുമ്പോൾ ഇത് താഴത്തെ താടിയല് മുകളിലേക്ക് ചലിപ്പിക്കും. അപ്പോൾ ഈ പല്ലുകൾ മുകളിലേക്ക് പോകുന്നതിനോടൊപ്പം ശകലം ഉള്ളിലോട്ടും പോകും. അതായത് ശരിക്കും ഒരു കറങ്ങുന്ന ബ്ലേഡ് പോലെ ഈ പല്ലുകൾ പ്രവർത്തിക്കും. അതിനോടൊപ്പം ഇരയെ കൂടുതൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനും സാധിക്കും. അനന്തരഫലമായി തടിമില്ലിൽ തടി മുറിക്കുന്നത് പോലെ ഇതിന്റെ വായിലാകുന്ന ഇരയും മുറിക്കപ്പെടും. പല്ലുകൾ ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുന്നതിനാൽ ഇരകൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോകാനും പറ്റില്ല. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇരയുടെ ശരീരം കൂടുതൽ മുറിഞ്ഞു പോകും. ചുരുക്കി പറഞ്ഞാൽ ഹെലികോപ്രിയോൺ അന്നത്തെ സമുദ്രജീവികളുടെയൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷെ ഈ പല്ലുകൾ ഉപയോഗിച്ച് അത്രത്തോളം ശക്തമായിട്ട് കടിക്കാനൊന്നും കഴിയില്ല. കാരണം ആ രീതിയിലല്ല ഇത് നിർമ്മിതമായിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടിയുള്ള ഒന്നിനെയും ഇതിനെ കടിക്കാൻ പറ്റില്ല. പകരം ജെല്ലി ഫിഷ് പോലെയുള്ള വളരെ സോഫ്റ്റ് ആയ ജീവികളെ ആയിരിക്കും ഇത് വേട്ടയാടിയിരുന്നത്. എന്നിരുന്നാലും ഇത് തീരെ ചെറിയ ജീവിയൊന്നുമല്ല. ഇത് 40 അടി വരെ നീളവും 2000 കിലോഗ്രാം വരെ ഭാരവും വെച്ചിരുന്നുവെന്നാണ് നിഗമനം. അപ്പോൾ ഇത് ശരിക്കും ഒരു ബൃഹത്തായ ജീവിയായിരുന്നു. പ്രത്യക്ഷത്തിൽ ഇതിനെ കാണാൻ സ്രാവ് പോലെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് സ്രാവ് വർഗമല്ല, പകരം ഒരു മീൻ വർഗമാണ്. സിനാപ്സിഡ് വർഗത്തിൽപ്പെട്ട മറ്റൊരു ജീവിയാണ് കോറ്റൈലോറൈംഗസ്. ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. 20 അടി വരെ നീളവും 1500 കിലോഗ്രാം വരെ ഭാരവും വെച്ചിരുന്ന ഈ ജീവികൾ പൂർണ്ണമായും സസ്യഭുക്കുകളായിരുന്നു. ഇതിന്റെ ഹാസ്യകരമായ തലയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശരീരത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ തല തീരെ ചെറുതാണ്. ചെറുതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കോറ്റൈലോറൈംഗസിന്റെ തലയ്ക്ക് പോലും വെറും 30 സെന്റിമീറ്റർ വലിപ്പമേ ഉള്ളൂ. അതായത് പരിണാമം ഇതിനെ വലിയ ജീവിയായിട്ട് ഡിസൈൻ ചെയ്യുന്നതിനിടയിൽ തല മാത്രം വലുതാക്കാൻ മറന്നുപോയതാണെന്ന് തോന്നും. ഇവ ഇന്നത്തെ ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ സെമി അക്വാട്ടിക് ആയിരുന്നു. ഇതിന്റെ അസാമാന്യമായ വലിപ്പമുള്ള വയറ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചിത്രപ്പുല്ലും തുടപ്പനയും പോലത്തെ ചെടികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ വർഗം സസ്യജാലങ്ങളിലൊക്കെ ന്യൂട്രിയൻസ് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടണമെങ്കിൽ ഈ സസ്യജാലങ്ങളെയെല്ലാം വൻതോതിൽ ഇവയ്ക്ക് കഴിക്കേണ്ടി വരും. ഇത്രയും വൻതോതിലുള്ള ആഹാരം ദഹിപ്പിക്കാൻ സങ്കീർണമായ ഡൈജസ്റ്റീവ് സിസ്റ്റവും ആവശ്യമാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രയും വലിയ വയറുള്ളത്.
എന്തായാലും ഇതിന്റെ തീരെ വലിപ്പം കുറഞ്ഞ തല ശരിക്കും കോമഡി തന്നെ. ഏകദേശം 22 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ചെറിയൊരു ഉരകജീവി വർഗമാണ് ഷെയറോവിപ്റ്റെറിക്സ്. ഇവയ്ക്ക് വെറും 25 സെന്റിമീറ്റർ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഇവയ്ക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു. ഈ ചിറകുകൾ ഉപയോഗിച്ച് പക്ഷികളെ പോലെ ഇവയ്ക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും ഗ്ലൈഡ് ചെയ്ത് കുറച്ചു ദൂരം പോകാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പല ജീവികളും, അതായത് ചിറകുകൾ ഉപയോഗിച്ച് ഗ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ജീവികൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇതുപോലത്തെ നിരവധി ജീവികളെ കാണാം. പക്ഷേ ഷെയറോവിപ്റ്റെറിക്സിനെ അത്യധികം അപൂർവമാക്കുന്നത് എന്താണെന്നാൽ ഇതിന്റെ ചിറകുകൾ ഇരിക്കുന്നത് ഇതിന്റെ പിന്നിലെ കാലുകളിലാണ്. ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ മറ്റൊരു ജീവിക്കും ഇങ്ങനെ പിൻകാലുകളിൽ ചിറക് വന്നിട്ടില്ല. ഓർക്കുക, ഈ ജീവി 22 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത്. ഇത്രയും കാലത്തിനിടയിൽ പല സസ്തനികൾക്കും ഉരകജീവികൾക്കും ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്ന ചിറകുകൾ പരിണമിച്ചിട്ടുണ്ട്. ചില മീൻ വർഗ്ഗങ്ങൾക്ക് പോലും ഇങ്ങനത്തെ ചിറകുകളുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ മുന്നിലത്തെ കാലുകളിലോ അല്ലെങ്കിൽ വാരിയെല്ലുകളിലോ ആണ് പരിണമിച്ചത്. എന്നാൽ ഇത്രയും കാലങ്ങളായിട്ടും വേറെ ഒരൊറ്റ ജീവിക്ക് പോലും ഷെയറോവിപ്റ്റെറിക്സിനെ പോലെ പിൻകാലുകളിൽ ചിറക് പരിണമിച്ചിട്ടില്ല. അതായത് പരിണാമം ഒരിക്കലും ഈ പരീക്ഷണം നടത്തിയിട്ട് പിന്നെ ഒരിക്കലും ഇത് ട്രൈ ചെയ്തിട്ടേയില്ല. കംപ്ലീറ്റ് ആയിട്ട് ഈ ഐഡിയ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷെ അത്ഭുതാവഹമായ കാര്യം എന്താണെന്നാൽ ശാസ്ത്രജ്ഞര് ഈ ജീവിയുടെ ഡിസൈൻ ഉപയോഗിച്ച് സിമുലേഷൻസ് നടത്തി നോക്കിയപ്പോൾ ഈ ചിറകുകൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഈ ചിറകുകൾ ഉപയോഗിച്ച് ഒരുപാട് ദൂരം നല്ല രീതിയിൽ ഗ്ലൈഡ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ മുന്നിൽ ചിറകുകൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നല്ലത് ഇത് തന്നെയായിരിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് പരിണാമം ഇത് ഉപേക്ഷിച്ചതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്.